ഇപ്രാവശ്യത്തോണം വളരെ പെട്ടെന്നല്ലേ തീർന്നത്. ഈ അഭിപ്രായം എനിക്ക് മാത്രമുള്ളതാണോ? പിള്ളേരുടെ വെക്കേഷനൊക്കെ പെട്ടെന്ന് അങ്ങ് തീർന്നു പോയതുപോലെ. ഓരോ വർഷം കൂടുന്തോറും ഓണം ഭയങ്കര ശോകമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നത്. പുത്തൂര് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞമ്മയുടെ വീട്ടിൽ ഓണാഘോഷത്തിനാണ് പോകുന്നത്. ഈ മുഖത്തോക്കി വാവയെന്ന് വിളിക്കാൻ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പക്ഷേ ഇതാണ് നമ്മുടെ വാവ കുഞ്ഞമ്മ. ഇതാണ് ഞങ്ങളുടെ ബീന കുഞ്ഞമ്മ. ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരോടും ഇങ്ങനെ ഇരുന്നിട്ടൊരു വട്ടമേശ സമ്മേളനം അത് നിർബന്ധമാണ്. അടുത്ത സ്റ്റെപ്പ് വാട്സപ്പ് സ്റ്റാറ്റസും സ്റ്റോറിയും പോസ്റ്റും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കലാണ്. ചാനലിലിടാൻ പുതിയ കണ്ടന്റ് തരാം, ചായ ഇടുന്ന വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെ ഉന്തിത്തള്ളി ചായ ഇടാൻ വിടുന്നുണ്ട്. കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്നാൽ ഒരു ചൂടുള്ള അനന്തം പോലും സാധാരണ നമ്മൾ സമ്മതിക്കാറില്ല. എല്ലാം കുഞ്ഞമ്മയ്ക്ക് തന്നെ ചെയ്യണം. നമ്മളും പിന്നെ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. ചെയ്യിക്കാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് ഇച്ചിരിയായിട്ട് അവിടെ ഇട്ടിട്ടു പിന്നെ അത് ചെയ്യാൻ വേറെ ആരെങ്കിലും വരണം. അതെൻ്റെ അമ്മ എപ്പോഴും പറയുന്ന കാര്യമാണ്. സെയിം പ്രശ്നമാണ് ഇവിടെ. ഇങ്ങനെ കുറച്ചധികം പേർക്ക് ചായ ഇടാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും കൂടെ നിർത്താറുണ്ട്. കാരണം എങ്ങാണ് ചായ കുളവായ അവരുടെ പേര് പറയാമല്ലോ. ഇവളാണ് ബാലല്ല അഭിരാമി. ഞാൻ ഇതുവരെ ഇട്ട വീഡിയോസിൽ എൻ്റെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവൾ ഇത്രയും നാൾ എങ്ങനെ മുങ്ങി നടന്നെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ പുറവേ നടന്ന് അവളുടെ വീഡിയോ എടുക്കാൻ കാണിച്ച എൻ്റെ അനിയത്തിയുടെ മനസ്സാരും കാണാതെ പോകരുത്. ഓണത്തിന് സദ്യയും പായസമൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കാനുള്ള അവസരമാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങളുടെ ഓണം തേണ്ട ഇവിടെ അവസാനിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം കളറാക്കി തന്ന തേണ്ടി 4 പേരും പോകണം. അപ്പം ടാറ്റ ബൈ ബൈ.